ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന വിഷമത്തോടെ പുറത്തിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു സിദ്ധൻ വരികയാണ്. തുടർന്ന് അർച്ചന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വാരണാസിയിലേക്കുള്ള യാത്രയിലാണെന്നും 1001 വീടുകൾ കയറി ഭിക്ഷ തേടിയിട്ട് വേണം പോകാനെന്നും ആ സിദ്ധൻ പറയുന്നു. മോളും എന്തെങ്കിലും ഭിക്ഷ തന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേനെ എന്ന് ആ സിദ്ധൻ പറയുമ്പോൾ തൻ്റെ കയ്യിലുള്ള സ്വർണ്ണവള ഊരി ആ സിദ്ധന് കൊടുക്കുകയാണ് അർച്ചന. ഇത് കാണുന്ന അദ്ദേഹം പറയുകയാണ്, മോളുടെ മുഖം കണ്ടിട്ട് മോളിത് സന്തോഷത്തോടെയാണ് തരുന്നതെന്ന് തോന്നുന്നില്ലല്ലോ. ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് തരുന്നതെന്ന് അർച്ചന പറയുമ്പോൾ മുഖഭാവം മറ്റൊന്നും മനസ്സിൽ മറ്റൊന്നുമാണെന്ന് സിദ്ധൻ പറയുന്നു. പിന്നെ മോളുടെ വിഷമം എന്താണെങ്കിലും അത് എത്രയും പെട്ടെന്ന് തന്നെ മാറിയിരിക്കും. ഇനി മുതൽ മോളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. മോളുടെ ജീവിതത്തിലേക്ക് ഒരു അതിഥി വരാൻ പോകുന്നു. അത് മോളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ആ സിദ്ധൻ പറയുമ്പോൾ അർച്ചന അത്ഭുതത്തോടെ ആ സിദ്ധനെ നോക്കുകയാണ്. അങ്ങനെ അത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക ധനുഷിനെ വിളിക്കുകയും അർച്ചനയും സച്ചിയും ഡോക്ടറെ കാണാൻ പോകാൻ സമ്മതിച്ച കാര്യമൊക്കെ പറയുകയും ചെയ്യുന്നു. എൻ്റെ കൊച്ചു ചെന്ന് സമാധാനത്തോടെ ഉറങ്ങിക്കോ, കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ധനുഷ് പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് സന്തോഷമാവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കൂടി അവന്തിക പറഞ്ഞ ഡോക്ടറിന്റെ അടുത്ത് എത്തിയിരിക്കുന്നതാണ്. അവരുടെ റിപ്പോർട്ടുകളെല്ലാം നോക്കിയതിനു ശേഷം ഡോക്ടർ പറയുകയാണ്, ഒരു ചെറിയ സർജറിയിലൂടെ നമുക്കെല്ലാം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. 6 മാസം മാത്രം നിങ്ങൾക്ക് കാത്തിരുന്നാൽ മതി. പിന്നെ ഡോക്ടർമാരാകുമ്പോൾ ആദ്യം ഗുളികയൊക്കെ കഴിച്ചു നോക്കാൻ പറയും. പക്ഷേ ഈ സർജറി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകും എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് സച്ചിയും അർച്ചനയും. നാളെ തന്നെ അർച്ചന ഇവിടെ അഡ്മിറ്റ് ആക്കാൻ സച്ചിക്ക് പറ്റുമോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ നാളെ തന്നെ വന്ന് അഡ്മിറ്റ് ആകാമെന്നും നാളെ തന്നെ സർജറി നടത്താമെന്നും അർച്ചന പറയുന്നു. തുടർന്ന് അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവരിറങ്ങിയതിനു ശേഷം അവന്തിക കബീർ ഡോക്ടറിനെ വിളിക്കുന്നു. അർച്ചനയും അവരുടെ ഹസ്ബൻഡ് ഇപ്പോഴാണ് ഇവിടെ നിന്നും പോയത്. ഒരു ചെറിയ സർജറി ചെയ്താൽ അവർക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചുകൊണ്ടാ അവരിവിടുന്ന് പോയിട്ടുള്ളത്. അല്ല, എപ്പോഴത്തേക്കായി സർജറി ചെയ്യുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ നാളെ തന്നെ അവർ വരാമെന്നും പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. നാളെ അവർ വന്നാലുടൻ തന്നെ ഞാൻ എന്താണെങ്കിലും സർജറി നടത്തും. പിന്നെ മറ്റൊരു കാര്യം കൂടി, അതെ, പ്രസവിക്കാനുള്ള സർജറി അല്ല, അവരുടെ യൂട്രസ് എടുത്തു മാറ്റുന്ന സർജറിയാണെന്ന് അവരറിയുന്നില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് അനൂപിനെ വിളിച്ച് അർച്ചനയും സച്ചിയും കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം അനൂപ് കമലയോടും മാഷിനോടും സർജറിയെ കുറിച്ചൊക്കെ പറയുന്നു. അവൾക്ക് എത്രയും പെട്ടെന്ന് ദൈവം ഈ ഭാഗ്യം കൂടി കൊടുത്തിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനായേനെ എന്ന് പറഞ്ഞുകൊണ്ട് അനൂപ് അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഡോക്ടർ സന്ധ്യ സച്ചിയെ വിളിക്കുമ്പോൾ ഡോക്ടറിന്റെ കണ്ട കാര്യവും സർജറിയുടെ കാര്യവും എല്ലാം തന്നെ സച്ചി സന്ധ്യയോട് പറയുന്നു. സച്ചി എന്താണെങ്കിലും ട്രീറ്റ്മെന്റ് ഒന്നും മുടക്കണ്ട, പക്ഷേ ആ ഡോക്ടറിനെ കുറിച്ച് ഒന്ന് നന്നായി തന്നെ അന്വേഷിക്കാനും സന്ധ്യ പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സച്ചി ചോദിക്കുന്നു. എന്തോ എവിടെയോ കേട്ടതുപോലെ തോന്നി. എന്താണെങ്കിലും സച്ചി ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞുകൊണ്ട് സന്ധ്യ കോള് കട്ട് ചെയ്യുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയും സച്ചിയും സന്ദീപും കൂടി കുഞ്ഞിനെ മീര കൊണ്ടുവരുന്നതും കാത്തിരിക്കുകയാണ്. അതേസമയം മീര കുഞ്ഞിനെ കൊണ്ടുവരുന്നു. അർച്ചന കുഞ്ഞിന് മരുന്ന് കൊടുക്കുമ്പോൾ മീര പറയുകയാണ്, അർച്ചനെ, കുഞ്ഞുറങ്ങിയിട്ട് ഞാനിപ്പോൾ തന്നെ കൊണ്ടുപോയേക്കാം, എനിക്കെന്തോ വല്ലാത്ത പേടിയുണ്ട്. അതൊന്നും കുഴപ്പമില്ലെന്ന് സന്ദീപ് പറയുമ്പോൾ അത് വേണ്ടെന്നും കുഞ്ഞുറങ്ങിയതിനു ശേഷം കൊണ്ടുപോകാനും സച്ചി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണരുന്ന ആതിരയാണ്. തന്റെ അടുത്ത് സന്ദീപില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ആതിര മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അതേസമയം അർച്ചന കുഞ്ഞിനെ ഉറക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ടുകൊണ്ട് ആതിര ദേഷ്യത്തോടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോ സന്ദീപും മീരടത്തും കൂടിയാണല്ലേ ഇവർക്കെല്ലാം അവസരമുണ്ടാക്കി കൊടുക്കുന്നത്. ഇവരെന്റെ കൊച്ചിനെ എടുക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് ആതിര പറയുമ്പോൾ അതെന്താ, നിന്റെ കുഞ്ഞിന് പൊള്ളിപ്പോകുമോ എന്ന് മീര ചോദിക്കുന്നു. ഇവരെടുക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത്ര തന്നെയെന്ന് പറഞ്ഞ് ആതിര ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇത് കണ്ട് വിഷമത്തോടെ നിൽക്കുന്ന അർച്ചനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.